Good evening, students. We will video discuss an example. We will metallic sphere consider a metallic sphere total charge Q and its radius is A, and it is covered with a dielectric sphere of radius B, just like this. Our question was to find out the potential at the center of the sphere. So, we will discuss electric field or electric polarization directly calculated Gauss's law in the presence of dielectric ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ electric displacement നേരിട്ട് കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നു ചെയ്തിരുന്നത്. നമുക്കറിയാം d is equal to epsilon E in dielectric and d is equal to epsilon naught E in vacuum. So from Gauss's law we wrote surface integral d dot dA is equal to q enclosed is equal to q. Suppose you are considering a point here or outside. There may be three cases. Point may be inside the dielectric, point may be outside the dielectric, or point may be inside the conducting sphere. So d is equal to q by surface integral. നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അതിന് ഗോസിയൻ സ്പിയർ കൺസിഡർ ചെയ്ത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചു. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് we calculated the electric field q by 4 pi epsilon r square for a less than or less than b means ഡയലക്ട്രിക്കിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇത് കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതുകൊണ്ട് E is equal to 0 for R less than A, and the outside the sphere, outside the dielectric sphere, the electric field will be Q by 4 pi epsilon naught R square R cap. കാരണം എന്താ വെച്ചാൽ അവിടെ പോളറൈസേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ എപ്സിലോൺ നോട്ട് ഉപയോഗിച്ചാൽ മതി. സോ R greater than B. അപ്പോൾ നമുക്ക് അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് 3 കേസിലും നമ്മൾ കൺസിഡർ ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ ആണ്. പൊട്ടൻഷ്യൽ ഇസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ഇലക്ട്രിക് ഫീൽഡ് അഗെയിൻസ്റ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സോ ദ എക്സ്പ്രഷൻ വിൽ ബി V is equal to minus integral infinity to 0 സെൻറ്ററിലേക്കാണ് കൊണ്ടുവരേണ്ടത് E dot dr. അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇൻ്റഗ്രലിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. V is equal to minus integral infinity to B E dot dr plus or minus integral B to A E dot dr minus integral A to 0 E dot dr. ഇങ്ങനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ ഓരോ കേസിലും നിങ്ങൾക്ക് കിട്ടിയേക്കണ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ മൈനസ് ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു ബി ക്യൂ ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ ആർ ക്യാപ്പ് ഡോട്ട് ഡി ആർ മൈനസ് ഇൻറ്റഗ്രൽ B to A Q by 4 pi epsilon R square R cap dot dr minus integral A to 0 dr. Here the electric field is 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കിതിൽ ജനറലി Q by 4 pi പുറത്തേക്ക് എടുക്കാം. Q by 4 pi epsilon നോട്ട് ഇവിടെ പുറത്തേക്ക് എടുത്താൽ നെഗറ്റീവ് സൈൻ കൊടുത്താൽ ഇൻറ്റഗ്രൽ ഡി ആർ ബൈ ആർ സ്ക്വയർ എന്നായി എക്സ്പ്രഷൻ. ഇത് മൈനസ് ക്യൂ ബൈ 4 പൈ എപ്സിലോൺ ഇൻഫിനിറ്റി ടു ബി ടു എ ക്യൂ ബൈ 4 പൈ എപ്സിലോൺ ഡി ആർ ബൈ ആർ സ്ക്വയർ പ്ലസ് minus 0. So that will be equal to Q by 4 pi epsilon naught. Integral dr by r square means integral r raised to minus 2 dr. So r raised to minus 2 plus 1 by minus 2 plus 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം minus r raised to minus 2 plus 1 divided by minus 2 plus 1 lower limit infinity upper limit b minus q by 4 pi epsilon r raised to minus 2 plus 1
by minus 2 plus 1 B to A. So the result will be ഇവിടെ മൈനസ് 2 പ്ലസ് 1 എന്ന് വരുമ്പോൾ മൈനസ് 1 വരും. മൈനസ് 1നെ ഇവിടെ പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് ആയി ക്യൂ ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ആർ റൈസ് ടു മൈനസ് 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ ആർ റൈസ് ടു മൈനസ് 1 വരും. 1 ബൈ ആർ ആയി 1 ബൈ ആർ ഇൻഫിനിറ്റി ബി പ്ലസ് ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 1 by r b a. So q by 4 pi epsilon naught 1 by b minus 1 by infinity plus q by 4 pi epsilon 1 by a minus 1 by b. So that will be equal to q by 4 pi bracket 1 by epsilon naught b plus 1 by epsilon a minus 1 by epsilon b. This is the potential at the center of the sphere. ഇതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് പൊട്ടൻഷ്യൽ ആയിരുന്നു പ്രോബ്ലം. പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഗോസസ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചു. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി ബൗണ്ട് ചാർജ്, കാരണം ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ഒരു കാരണമുണ്ട്. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആ മെറ്റീരിയലിലുള്ള ഫ്രീ ചാർജസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ the divergence of electric displacement, which is nothing but the Gauss's law. It depends only on the free charges. It does not depend upon the amount of polarization. It does not depend upon the bound charges. So we can simply calculate D, and from D we calculated the electric field and also the electric potential. ഇതായിരുന്നു നമ്മളുടെ മെത്തേഡ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഒരു ഫോർമുല, ഒരു ലീനിയർ ഡയലക്ട്രിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോർമുല എന്ന് പറയുന്നത് പി ഈസ് എപ്സിലോൺ നോട്ട് കൈ ഇ ഇ. ഈ റിലേഷൻ നമ്മൾ ഉപയോഗിച്ചില്ല. പക്ഷെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഇതൊരു സിംപ്ലസ്റ്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട് we can directly calculate the polarization from the expression of electric field inside the dielectric. P inside the dielectric can be calculated epsilon naught chi E into E. The E നമുക്ക് കിട്ടിയിട്ടുണ്ട്. That means E in between A less than or less than B. എക്കും ബിക്കും ഇടയിലുള്ള ഡയലക്ട്രിക് സ്പിയർ ഈ റീജിയനിലെ പോളറൈസേഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അവിടെ നമുക്ക് ഉപയോഗിക്കണം. ഡയറക്റ്റ്ലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ സിറ്റുവേഷൻ ആയതുകൊണ്ട് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ലളിതമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എപ്സിലോൺ നോട്ട് കൈ ഇ ഇൻറ്റു ക്യൂ ബൈ 4 പൈ എപ്സിലോൺ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്. This is the expression for polarization. So the polarization will be, in this problem, the polarization can be directly calculated. The polarization P is epsilon naught chi E Q by 4 pi epsilon R square R cap. Epsilon naught chi E Q by 4 pi epsilon naught epsilon R R square R cap. So epsilon naught chi E into Q by 4 pi epsilon R. Sorry, epsilon naught chi E Q by 4 pi epsilon R R square R cap. This is the expression for polarization inside the dielectric. So we have calculated the expression for polarization. So ഇതാണ് ജനറലി
കൺസിഡർ ചെയ്യുക. അപ്പോൾ ഔട്ടർ സർഫസിൽ പോളറൈസേഷൻ എത്ര വരും? ഇതാണ് ചോദ്യം. അതായത് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് ഇങ്ങനൊരു ഡയലക്ട്രിക് സ്പിയർ ആണ്. ഒരു മെറ്റാലിക് സ്പിയർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. മെറ്റാലിക് സ്പിയറിൻ്റെ ഏരിയ ഇതാണ് ഔട്ടർ സർഫസ്. ഈ ഡയലക്ട്രിക്കിൻ്റെ ഇന്നർ സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഔട്ടർ സർഫസിൽ വാട്ട് വിൽ ബി സിഗ്മ ബി? സിഗ്മ ബി ഈസ് വെക്റ്റർ പി ഡോട്ട് എൻ ക്യാപ്. ഔട്ടർ സർഫസിൽ ആർ എന്ന് പറയുന്നത് ബി ആയിരിക്കും. ദിസ് ഡിസ്റ്റൻസ് ഈസ് ബി, സോ ആർ ഇസ് ഈക്വൽ ടു ബി. സോ എൻ ക്യാപ്പ് വിൽ ബി പോയിന്റിങ് ഔട്ട്സൈഡ്, ഓർ എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷനും എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആർ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് വരിക. സോ സിഗ്മ ബി എന്ന് പറയുന്നത് കൈ ഇ ക്യൂ ബൈ 4 pi epsilon r b square. That means it is positive. ഔട്ടർ സർഫസിൽ പോസിറ്റീവ് ചാർജസുകളാണ് നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ബൗണ്ട് ചാർജസ് എന്ന് പറയുന്നത് ഔട്ടർ സർഫസിലെ ബൗണ്ട് ചാർജ്, സർഫസ് ബൗണ്ട് ചാർജ് എന്ന് പറയുന്നത് സിഗ്മ ബി എന്ന് പറയുന്നത് പോസിറ്റീവ് വരും. സോ വാട്ട് ഈസ് ദ സർഫസ് ബൗണ്ട് ചാർജ് on the inner surface? A, this is B, this is the inner surface. So inner surface sigma B will be again vector P dot n cap, but n cap will be minus r cap. N cap ingotayirikkum direction. So sigma B will be minus chi e q by 4 pi epsilon r a square എന്ന് വരും. ഇതാണ് സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി അറ്റ് r is equal to a. This is at r is equal to b. So ഔട്ടർ സർഫസിലെ സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവും, ഇന്നർ സർഫസിലെ സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവും വരുന്നു. ഇതാണ് നമ്മൾ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്തത്. സോ നിങ്ങളൊരു കാര്യം കൂടി ചോദിക്കാം, ഇതിലെ റോബി എത്ര വരും? റോബി മീൻസ് ഡൽ ഡോട്ട് വെക്റ്റർ പി. വെക്റ്റർ പി ഈസ് കൈ ഇ ക്യൂ ബൈ 4 പൈ എപ്സിലോൺ ആർ ആർ സ്ക്വയർ ആർ ക്യാപ്പ് ആണ്. ഇതിൽ കൈ ഇ ക്യൂ ബൈ 4 പൈ എപ്സിലോൺ ആർ ആർ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മളൊരു റീജിയൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡൽ ഡോട്ട് ഇതാണ് അതിലെ വേരിയബിൾ വരിക. ഡൽ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഈസ് 0. സോ വെക്റ്റർ ഡൽ ഡോട്ട് വെക്റ്റർ പി, ദിസ് ഇസ് മൈനസ് ഡൽ ഡോട്ട് ബി, ഡൽ ഡോട്ട് വെക്റ്റർ പി ഈസ് 0. സോ റോ ബി ഈസ് 0 ബിക്കോസ് ദ മെറ്റീരിയൽ ഈസ് യൂണിഫോംലി പോളറൈസ്ഡ്. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ യൂണിഫോംലി പോളറൈസ് ചെയ്തുകൊണ്ട് വോളിയം ബൗണ്ട് ചാർജ് ഡെൻസിറ്റി 0, സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി ഇവിടെ പോസിറ്റീവും വരും, ഇവിടെ നെഗറ്റീവും വരും. ഇൻ ഇഫക്റ്റിൽ ഒരു മെറ്റീരിയലിലെ ഒരു കണ്ടക്റ്റിംഗ് ഒരു ചാർജാണ്, ഒരു എന്താ പറയുക കണ്ടക്റ്റിംഗ് സ്പിയർ ആണ്. അതിൻ്റെ ടോട്ടൽ ഫ്രീ ചാർജ് എന്ന് പറയുന്നത് Q ആണ്. പക്ഷേ ബൗണ്ട് ചാർജസ് ഇവിടെ കുറേ നെഗറ്റീവ് ബൗണ്ട് ചാർജസുകൾ ഇവിടെ അക്യൂമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ചെറിയ ഷീൽഡിങ്, ഈ ടോട്ടൽ ചാർജിന് ചെറിയൊരു ഷീൽഡിങ് ഉണ്ടാവും. അതുകൊണ്ടാണ് വാക്വത്തിലുള്ള, നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും, വാക്വത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡിന് ഇക്വലൻ്റ് ആയി കുറവായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡാണ് നിങ്ങൾക്ക് മീഡിയത്തിൽ കിട്ടുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന എക്സ്പ്രഷനിൽ ഈ ഔട്ട്സൈഡ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഔട്ട്സൈഡ് ദ സ്പിയർ, ഡയലക്ട്രിക് സ്പിയർ Q by 4 pi epsilon naught r square ആണ്. ഈ ഇൻസൈഡ് ദ ഡയലക്ട്രിക് സ്പിയർ
it is q by 4 pi epsilon r square ആണ്. So epsilon is epsilon naught epsilon r. So E inside will be less than E outside. കാരണം എന്താ വെച്ചാൽ എപ്സിലോൺ എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ എപ്സിലോൺ നോട്ട്. എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ടും എപ്സിലോൺ ആർ ആണ്. എപ്സിലോൺ ആർ എപ്പോഴും ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണ മെറ്റീരിയലിൽ ഈ ഈ റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഡയലക്ട്രിക് മീഡിയത്തിൻ്റെ പ്രസൻസ് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന് ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു ഡിക്രീസ് ആണ് സംഭവിച്ചത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി പറയാൻ പറ്റുന്നത് ഒരു പോളറൈസേഷൻ, അതായത് ഒരു ബൗണ്ട് ചാർജ്, ഫ്രീ ചാർജസ് എന്ന് പറയുന്നത് ക്യൂ ആണ്. അതിൻ്റെ കൂടെ തന്നെ ബൗണ്ട് ചാർജസ്, ഒരു നെഗറ്റീവ് ബൗണ്ട് ചാർജസ് ഈ മെറ്റാലിക് സ്പിയറിന് ചുറ്റും ഒരു ഷീൽഡിങ് പോലെ ആക്ട് ചെയ്തുകൊണ്ടാണ് ഈ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിന് വ്യത്യാസം വരുന്നത് എന്ന് നമുക്ക് ഫിസിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഹയർ ക്ലാസ്സുകളിലും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാവുന്നതാണ്. So one more point to consider, that concept is നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഇ ആൻഡ് ഡി നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തതാണ്. നമുക്കറിയാം ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ പ്ലസ് വെക്റ്റർ പി. ഡി ആൻഡ് പി ആർ പാരലൽ ആണെന്ന് നമുക്കറിയാം. പാരലാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഡിയും പിയും പാരലാണ്. അപ്പോൾ എന്താണ് ഡിയും പിയും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു, ഡെൽ ക്രോസ് ഇ ഓൾവേസ് 0 ആണ്. അതായത് കേൾ ഓഫ് ഇ ഈസ് ഓൾവേസ് 0. ബട്ട് ഡെൽ ക്രോസ് ഡി നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ electrostatic situations. Because del cross P is not equal to 0. അതിന് കാരണമായിട്ട് നമ്മൾ പറഞ്ഞത്, but del cross P can be 0 for certain problems involving cylindrical, spherical or plane symmetry. അത്തരം സിമെട്രിക് സിറ്റുവേഷൻസിൽ ഡെൽ ക്രോസ് പി 0, then del cross D is equal to 0. So കേൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് കേൾ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ 0 ആവണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അത് ചില സർട്ടൺ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോബ്ലത്തിന് മാത്രമേ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ലീനിയർ ഡയലക്ട്രിക് ആണെങ്കിൽ പോലും അത് നമുക്ക് അത്തരം സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ലീനിയർ ഡയലക്ട്രിക്കിൽ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇ എന്ന് നമുക്ക് എഴുതാം. ലീനിയർ ഡയലക്ട്രിക്കിൽ അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ ഡെൽ ക്രോസ് ഡി ഒരു എപ്സിലോൺ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റിയാണ്, ഒരു മെറ്റീരിയൽ ഇൻഡിപെൻഡൻറ്റ് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഡെൽ ക്രോസ് ഡിയും ഡെൽ ക്രോസ് ഇയും 0 ആവില്ലേ എന്നുള്ള സംശയം നിങ്ങൾക്ക് വരാം. പക്ഷേ അത് നമുക്ക് നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഡെൽ ക്രോസ് ഡി, the value of del cross D depends on the value of del cross P. But del cross P
എന്ന് പറയുന്നതിനെ നമുക്കതിൻ്റെ ഇൻ്റഗ്രൽ ഫോം എഴുതുമ്പോൾ ഒരു സർഫസിൽ എഴുതുമ്പോൾ ഇൻ്റഗ്രൽ ഫോം ഓവർ എ സർഫസ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് പി ഡോട്ട് ഡി എ എന്ന് എഴുതാം. ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ലൈൻ ഇൻ്റഗ്രൽ പി ഡോട്ട് ഡി എൽ while applying Stokes theorem. ഡെൽ ക്രോസ് പി ഡോട്ട് ഡി എനെ ഈ രൂപത്തിൽ എഴുതാം. അപ്പോൾ ഡെൽ ക്രോസ് പി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്താൽ ദിസ് മീൻസ് ദാറ്റ് ലൈൻ ഇൻ്റഗ്രൽ പി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0. അണ്ടർസ്റ്റുഡ്? അപ്പോൾ പി എന്ന് പറയുന്ന വെക്ടറിൻ്റെ കേൾ എന്ന് പറയുന്നത് ഈ പോളറൈസേഷൻ വെക്ടറിൻ്റെ കേൾ 0 എന്ന് പറഞ്ഞാൽ അതിനെ ഇൻ്റഗ്രൽ ഫോമിൽ നിങ്ങൾക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ലൈൻ ഇൻ്റഗ്രൽ പി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ഡെൽ ക്രോസ് ദ വാല്യൂ ഓഫ് ഡെൽ ക്രോസ് ഡി ഈസ് ഈക്വൽ ടു 0 when line integral p dot dl is equal to 0. ക്ലിയർ? ഇതാണ് നിങ്ങൾ റിമെമ്പർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മളൊരു മീഡിയം എടുക്കുന്നു, നമ്മളൊരു ബൗണ്ടറി കൺസിഡർ ചെയ്യുന്നു. യു കൺസിഡർ എ ബൗണ്ടറി, ബിറ്റ്വീൻ vacuum and a linear dielectric. So this is the surface, this is vacuum, so epsilon is equal to epsilon naught, chi e is equal to 0, and this is dielectric. Epsilon is equal to epsilon naught epsilon r, and epsilon r is equal to 1 plus chi e, and chi e is not equal to 0. ഇതാണ് റീജിയൻ. അപ്പോൾ നമ്മളിങ്ങനെ സർഫസ് കൺസിഡർ ചെയ്താൽ ഇവിടെ ഡയലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഈ റീജിയനിലെ പോളറൈസേഷൻ എന്ന് പറയുന്നത് വെക്റ്റർ പി ഇസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെയോ വാക്വം ആയതുകൊണ്ട് പി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് റീകാസ്റ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം, ഇവിടെ പി ഇസ് ഈക്വൽ ടു 0, വെക്റ്റർ പി ഇസ് ഈക്വൽ ടു 0, ഇവിടെ വെക്റ്റർ പി നോട്ട് ഈക്വൽ ടു 0. സപ്പോസ് യു കൺസിഡർ എ ക്ലോസ്ഡ് ലൂപ്പ് എ ബി സി ഡി ഹിയർ. കൺസിഡർ എ ക്ലോസ്ഡ് ലൂപ്പ് എ ബി സി ഡി. അപ്പോൾ ഈ ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ലൂപ്പിൻ്റെ തിക്നെസ് ഒക്കെ വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഈ ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സർഫസിന് മുകളിൽ പി എന്ന് പറയുന്നത് 0 ആണ്, സർഫസിന് താഴെ പി 0 അല്ല. അതുകൊണ്ട് തന്നെ ലൈൻ ഇൻ്റഗ്രൽ പി ഡോട്ട് ഡി എൽ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ദെയർഫോർ ഡെൽ ക്രോസ് ഡി നോട്ട് ഈക്വൽ ടു 0 or del cross p not equal to 0, thereby del cross d not equal to 0. But at the same time you will get del cross e is equal to 0. del cross e എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ del cross d ഓ del cross p ഓ ആണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു ലീനിയർ ഡയലക്ട്രിക് ആണ്, ഈ റീജിയൻ ഒരു ലീനിയർ ഡയലക്ട്രിക് ആണ്, ഇത് വേറൊരു മീഡിയം വാക്വം ആണ്. അപ്പോൾ ഒരു സെപ്പറേഷൻ ആണ് ഉണ്ടായത്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ ലീനിയർ ആണെങ്കിൽ പോലും ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്കുള്ള ട്രാൻസിഷൻ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഡെൽ ക്രോസ് പി 0 ആവണമെന്ന് നിങ്ങൾക്ക് വാശി പിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡെൽ ക്രോസ് ഡി 0 ആവണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സപ്പോസ് യു കൺസിഡർ എ ഹോമോജീനിയസ് ലീനിയർ ഡയലക്ട്രിക് മീഡിയം, യു കൺസിഡർ എ ഹോമോജീനിയസ് linear dielectric medium like this, say homogeneous
linear dielectric medium. So if you apply homogeneous ആണ് linear ആണ് അതുകൊണ്ട് തന്നെ d is equal to epsilon naught vector E plus vector P, that can be written as epsilon vector E. In this situation del cross P is equal to 0. If del cross P is equal to 0, then del cross D will be also equal to 0. So for linear homogeneous dielectric medium, you can say if the curl of polarization is 0, then curl of displacement vector will be also 0. So you can write like this, because in this situation closed line integral P dot dl will be equal to 0 if it is a homogeneous linear dielectric medium. Okay. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കാൻ പോകുന്നു, എനർജി ഇൻ ഡയലക്ട്രിക് സിസ്റ്റം. സോ one more point to be discussed is that if the dielectric is linear and homogeneous dielectric, vector D can be written as epsilon vector E. This is the expression. If E vacuum is the electric field in vacuum, so you can write D is equal to epsilon naught E vacuum. And epsilon is equal to epsilon naught epsilon R. So this is equation number 1, this is equation number 2, and this is equation number 3. Then E vacuum vector E is equal to D by vector D by epsilon. So vector D by epsilon naught epsilon R. But from 2, E vacuum is equal to D by epsilon naught. So vector E will be equal to E vacuum by epsilon R. So simply you can write E dielectric is equal to E vacuum by epsilon R. എന്താ ഇതിൻ്റെ ഇൻഫർമേഷൻ? നമ്മളൊരു ഡയലക്ട്രിക് മീഡിയം ഇൻസർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ്, if the dielectric medium is linear and homogeneous dielectric medium, the electric field inside the dielectric is reduced by a factor 1 by epsilon R. If the dielectric medium, this is the one of the important result, if the dielectric medium is linear homogeneous dielectric, while introducing a dielectric in an electric field, the electric field inside the dielectric is reduced by a factor (1 by epsilon naught). So
1 by epsilon r, where epsilon r is the relative permittivity of the medium. So this is the most important result. നിങ്ങളൊരു ഡയലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ electric field, if the dielectric medium is linear homogeneous dielectric, electric field is reduced by a factor 1 by epsilon r. So E dielectric is equal to E vacuum by epsilon r. This is very important result. So E dielectric is less than E vacuum. Electric field is reduced by the application of dielectric. ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എനർജി ഇൻ ഡയലക്ട്രിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.